ജീവിതത്തിൽ പല ആളുകൾ പല സമയത്ത് മരണത്തെ മുന്നിൽ കണ്ടിട്ടുണ്ടാവും. ഇന്നത്തെ വീഡിയോ ഞാൻ മരണത്തെ മുന്നിൽ കണ്ടൊരു നിമിഷമായിരുന്നു. നമ്മളിന്ന് ഡ്യൂട്ടിക്ക് പോയ സമയത്ത് അവിടെ ഒരു ഫ്രൂട്ട്സിൻ്റെ ഒരു സ്റ്റോർ ഉണ്ടായിരുന്നു. അത്യാവശ്യം അവിടെ നല്ല ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ കുറവാണ്. എന്നാലും അവിടെ നാച്ചുറൽ ചീസാണ് കൂടുതലായിട്ട് കിട്ടുന്നത്. അവിടെ നാരങ്ങയും അതുപോലെ തന്നെ കിവിയും ഒരുപാടുണ്ട്. അപ്പോൾ അയാളോട് ഇങ്ങനെ ചോദിച്ച സമയത്ത് അയാൾ പറഞ്ഞു, കിവി ഇവിടെ തന്നെ ഉള്ളതാണ്, ഇതിൻ്റെ മുകളിൽ തന്നെയുള്ള കിവിയാണ്, അപ്പോൾ ഇതിൻ്റെ തോട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്, 250 രൂപയാണ് കിലോനെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ഞാൻ എൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞു, ഇവിടെ വാടാ നമുക്കൊന്ന് കിവീൻ്റെ തോട്ടം കണ്ടിട്ടില്ല, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പോകുന്ന വഴിക്ക് ഒരുപാട് ചെറിയ നാരങ്ങേൻ്റെ തോട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ 1-2 നാരങ്ങ അവിടെ നിന്ന് പറിച്ചു. കുഴപ്പമൊന്നുമില്ല, അടിപൊളിയായിരുന്നു. പിന്നെ ഒരുപാട് ദൂരം നടക്കാനുണ്ട്, 1 കിലോമീറ്ററോളം മുകളിലേക്ക് നടക്കാനുണ്ട്. അപ്പോൾ നടക്കുന്ന സമയത്തുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. നല്ല അടിപൊളി വ്യൂ ആയിരുന്നു സൈഡിലൊക്കെ ഉണ്ടായിരുന്നത്. നല്ല പച്ചപ്പ്, ഹരിതാപം, എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ ഇങ്ങനെ മുന്നോട്ട് നടക്കുന്ന സമയത്ത് അവിടെ മുഴുവനായിട്ട് ഒരു നാരങ്ങേൻ്റെ തോട്ടം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇഷ്ടം പോലെ നാരങ്ങയാണെങ്കിൽ അതിൽ ഉണ്ടായിട്ടുമുണ്ട്. കുറച്ച് കയപ്പാണ്, അതിൻ്റെ സീസൺ ആവുന്നതേ ഉള്ളൂ, അതുകൊണ്ടാണെന്ന് തോന്നുന്നു. മുന്നോട്ടേക്ക് ഇങ്ങനെ നടന്നു പോകുമ്പം നല്ല ഒരു എന്താ പറയുക, നമ്മളെ നാട്ടിലൊക്കെ എത്തിയൊരു ഫീലായിരുന്നു മണിപ്പൂരിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മളെ നാട്ടിൽ കാണുന്ന ഒരുതരം ചെടിയും കണ്ട് അതിൻ്റെ ഫോട്ടോ എല്ലാം എടുത്ത് പിന്നെ നേരെ പോയത് കിവീൻ്റെ തോട്ടത്തിലേക്കാണ്. കിവീൻ്റെ തോട്ടം ഇതുവരെ കാണാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. പെട്ടെന്ന് അതാ മോനെ അവിടെയുള്ള 2 നായ്ക്കൾ എൻ്റെ നേരെ ഒരു വരുത്തങ്ങ് വന്നു. ഞാനാകെ ഞെട്ടിപ്പോയില്ലേ. സംഭവം നമ്മളിങ്ങനെ നായ്കളുമായിട്ട് അധികം പരിചയമില്ലാത്തതുകൊണ്ട് എനിക്ക് നായ്കളെ പണ്ടേ പേടിയാണ്. നായ്കളാണെങ്കിൽ 2 നായ്ക്കളും വന്ന് എൻ്റെ കാലിനും ചൊറയും കൊരയും ഒന്നും പറയണ്ട, ഞാനാകെ പേടിച്ച് പറിച്ച്. എനിക്കാകുന്ന ഹിന്ദിയിലും ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ അവരോട് പോകാൻ വേണ്ടി പറഞ്ഞു, നായുണ്ടോ കേൾക്കുന്നത്. എന്നിട്ട് അവർ എൻ്റെ ചങ്ങാതിമാർ പറഞ്ഞു, നീ ഒരു കാര്യം അനങ്ങാണ്ട് നിൽക്ക്, എന്നാൽ നായി ഒന്നും ചെയ്യൂല. ഞാൻ അതേപോലെ തന്നെ അനങ്ങാണ്ട് നിന്നു. 2 വലിയ നായ്കൾ, അത് അവരെ ഫാമിൻ്റെ അവർ തന്നെ പോറ്റുന്നതാണ്. കാരണം ഇവിടെ വലിയ വേലിയും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഇവിടെ കിവീൻ്റെ തോട്ടത്തിലേക്ക് നനക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം വെള്ളവും കാര്യങ്ങളൊക്കെ ഇവർ സേവ് ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ മലമുകളിൽ നിന്ന് വരുന്ന വെള്ളമാണ്. അതിൻ്റെ അകത്താണെങ്കിൽ 2-3 താറാവുണ്ട്, നല്ല അടിപൊളിയായിട്ട് നീന്തി കളിക്കുന്നുണ്ടേനും. വെള്ളം എന്നെല്ലാം പറഞ്ഞാൽ നല്ല തണുത്ത വെള്ളേനും. പിന്നെ മെല്ലെ ഞാൻ കിവീൻ്റെ എങ്ങനെയാണ് കിവി എന്നെല്ലാം നോക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഇഷ്ടംപോലെ കിവി ഉണ്ടേനും, പക്ഷേങ്കിൽ പാകമാകുന്നതേ ഉള്ളൂ. കിവീൻ്റെ വള്ളി എങ്ങനെയാണെന്നൊക്കെ നോക്കി. വള്ളിയാണ് ഒരു തരം, അതിൻ്റെ അകത്ത് ഇഷ്ടം പോലെ കിവി ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ അതിൻ്റെ വലിപ്പമൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. എന്നാലും അവർ മൂപ്പത്തെ നോക്കി പറിക്കുന്നുണ്ട്. അതിന് 150 രൂപയും നല്ല വലിപ്പമുള്ളതിന് 250 രൂപയാണ് മേടിക്കുന്നത്. മുഴുവൻ വള്ളിപ്പടലങ്ങളാണ്. അടിയിലൂടെ പോയിട്ട് വേണം, പന്തലൊക്കെ ഇട്ടിട്ടുണ്ട്, അടിയിലൂടെ പോയിട്ട് വേണം കിവി പറിച്ചെടുക്കാൻ. വെള്ളത്തിനുള്ള വഴിയും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. കൂടുതൽ വീഡിയോകൾക്കായി ഇന്ന് തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്